സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഹജ്ജത്തുൽ വിദാഅത്തിൻ്റെ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ ഇസ്ലാം പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, ഇസ്ലാം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് നബി പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ഹാജരായിട്ടുള്ളവർ ഇവിടെ ഇല്ലാത്തവർക്ക് നിങ്ങൾ ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു സന്ദേശം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം പൂർത്തിയാക്കി പോയതിന് ശേഷവും പ്രബോധനം എന്നുള്ള ഒരു പ്രവൃത്തി അവിടെ നിൽക്കുന്നില്ല. അത് അവിടെയുള്ള ആളുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ആരൊക്കെ ഹാജരായിട്ടുണ്ട് അവർ ഇവിടെ ഇല്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ശേഷം സ്വഹാബത്ത് അവരുടെ കുതിരകൾ ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞു നിൽക്കുന്നത് ആ ഒരു ഭാഗത്തേക്ക് ആ ഇസ്ലാം എന്ന ഒരു ആശയത്തിൻ്റെ പ്രബോധനവുമായി പോകുന്ന ഒരവസ്ഥ നമുക്ക് ജന്നത്തുൽ ബഖീൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ആകെ കുറച്ച് സ്വഹാബികൾ അവിടെ ജന്നത്തുൽ ബഖീൽ ആ ഖബറടത്തിൽ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആണ് മറമാടപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ആ ഒരു പ്രബോധനം എന്നുള്ളത് നമ്മുടെ വിശ്വാസികളായ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അങ്ങനെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യൻ വംശജനായിട്ടുള്ള ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് എന്നു പേരുള്ള ഈ ഫോട്ടോത്തിൽ കാണുന്നതാണ്. ഫോട്ടോത്തിൽ കാണുമ്പോൾ കുറച്ച് വയസ്സായിട്ടുള്ള ആളാണ്. അപ്പോൾ ഇയാളിൽ നിന്ന് നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ എന്താണ് ഉണ്ടാവുക എന്നുള്ളൊരു സംശയങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം കേൾക്കുകയാണെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ ജീവിത വഴിയിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ച് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ ജീവിത വഴികളിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ച് നോക്കിയാൽ 1918 ഗുജറാത്തിലെ സൂറത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് എന്ന പേര്. അങ്ങനെ വളരെ ദരിദ്രരായൊരു കുടുംബത്തിൽ ജനിച്ച ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത്, അദ്ദേഹത്തിൻ്റെ ഉപ്പ ഒരു തയ്യൽ ജോലിക്കാരനായിരുന്നു. ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് ജനിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ പട്ടിണി കാരണം ജോലി ആവശ്യാർത്ഥം അദ്ദേഹത്തിൻ്റെ ഉപ്പ ദക്ഷിണാഫ്രിക്കയിലേക്ക് ജോലി ആവശ്യാർത്ഥം പോയി. അങ്ങനെ ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് പിതാവിൻ്റെ അഭാവത്തിലാണ് വളരുന്നത്. അങ്ങനെ തൻ്റെ 9ാം വയസ്സിൽ ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് പിതാവിൻ്റെ അടുത്തേക്ക് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോവുകയാണ്. അങ്ങനെ ദക്ഷിണാഫ്രിക്കയിലെത്തി ഏകദേശം കുറച്ച് മാസങ്ങളായപ്പോഴേക്കും ഷെയ്ഖ് അഹമ്മദ് ദീദാത്തിൻ്റെ ഉമ്മ മരണപ്പെടുന്നു. നമ്മളൊന്ന് ആലോചിക്കണം, ഉമ്മയുടെ അഭാവത്തിൽ പിന്നെ ഷെയ്ഖ് അഹമ്മദ് ദീദാത്തിനെ വളർത്തുന്നത് ഉപ്പയാണ്. ഉപ്പ ഷെയ്ഖ് അഹമ്മദ് ദീദാത്തിനെ അവിടെ ദക്ഷിണാഫ്രിക്കയിലുള്ള ഒരു വിദ്യാലയത്തിൽ ചേർക്കുന്നു. അങ്ങനെ നിങ്ങൾക്കറിയാം അവിടെ മലയാളമല്ലല്ലോ, ഹിന്ദി അല്ലല്ലോ ഭാഷ. അങ്ങനെ ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് തുടക്കത്തിൽ ഇംഗ്ലീഷ് ഭാഷയുടെ പരിജ്ഞാനക്കുറവ് കാരണം വളരെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥ ഉണ്ടാവുകയാണ്. എന്നാൽ ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് തൻ്റെ മിടുക്കുകൊണ്ട് കേവലം 6 മാസം കൊണ്ട് ഇംഗ്ലീഷ് സ്വായത്തമാക്കി. അതോടൊപ്പം തന്നെ ഉറുദു, അറബി, അതുപോലെ തന്നെ ഫ്രഞ്ച്, ഹിന്ദി തുടങ്ങിയ ഭാഷകളും ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് പഠിച്ചെടുത്തു. തുടർന്ന് ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് ഖുർആൻ മനഃപ്പാഠമാക്കി. അങ്ങനെ ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് തൻ്റെ പഠനത്തിൽ മുന്നോട്ട് പോകുന്ന ആ ഒരു നില തുടരാൻ ഷെയ്ഖ് അഹമ്മദ് ദീദാത്തിന് സാധിച്ചില്ല. കാരണം കുടുംബത്തിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ ദാരിദ്ര്യവും കാരണം തൻ്റെ 16ാം വയസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് എത്തുന്നു. അങ്ങനെ തൻ്റെ 17ാമത്തെ വയസ്സിൽ ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, 17-18 വയസ്സായപ്പോഴേക്കും തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ കാരണം ജോലിയിലേക്ക് പ്രവേശിക്കുന്നൊരവസ്ഥ. അങ്ങനെ ദക്ഷിണാഫ്രിക്കയിലെ ഒരു ഗ്രാമീണ പ്രദേശമായിട്ടുള്ള നീറ്റാളിനിൽ ഒരു സ്റ്റോർ കീപ്പറായിട്ട് ജോലി ചെയ്യുമ്പോൾ ഈ നീറ്റാളിൻ സ്റ്റോറിൻ്റെ അടുത്തായിട്ട് ഒരു ക്രിസ്ത്യൻ സെമിനാരി ഉണ്ട്. ആ ക്രിസ്ത്യൻ സെമിനാരിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരും ഷെയ്ഖ് അഹമ്മദ് ദീദാത്തിൻ്റെ കടയിലേക്ക് വരികയും അവർ സാധനങ്ങൾ വാങ്ങുന്നതിനിടയ്ക്ക് ഷെയ്ഖ് അഹമ്മദ് ദീദാത്തുമായി പരിചയത്തിലാവുകയും അങ്ങനെ അവർ പല തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. ഷെയ്ഖ് അഹമ്മദ് ദീദാത്തിനോട് അവർ ചോദിക്കും, ഷെയ്ഖ് അഹമ്മദ് ദീദാത്തെ, നിൻ്റെ മതം കള്ളമാണ്, ഇസ്ലാം എന്നുള്ളത് കള്ളമാണ്, നിൻ്റെ പ്രവാചകൻ മുഹമ്മദ് അത് നുണയനാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഖുർആൻ എന്ന് പറയുന്നത് അത് ബൈബിൾ കോപ്പി അടിച്ച് എഴുതിയതാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പ്രചരണങ്ങളും അതുപോലെ തന്നെ ഷെയ്ഖ് അഹമ്മദ് ദീദാത്തിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള പല വാദങ്ങളും അവർ ഉന്നയിക്കാൻ തുടങ്ങി. കേവലം 16-17 വയസ്സ് മാത്രം പ്രായമുള്ള ഷെയ്ഖ് അഹമ്മദ് ദീദാത്തിന് ഇതിനെക്കുറിച്ചൊന്നും വലിയ പരിജ്ഞാനമില്ല, അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിവില്ല. കാരണം അദ്ദേഹം ആ ഒരു ചോദ്യങ്ങൾക്ക് വളരെ വിഷമിക്കുകയും അദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ കഴിയാത്തതിൽ വളരെ സങ്കടപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. ഇതിങ്ങനെ തുടർന്ന് പോകുന്നപ്പോൾ ഷെയ്ഖ് അഹമ്മദ് ദീദാത്തിൻ്റെ മുന്നിൽ ആകെ 2 വഴികളാണുള്ളത്. ഒന്നുമില്ലെങ്കിൽ ആ കടയിൽ നിന്ന് മാറിയിട്ട് വേറെ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടുക, ഇല്ലെങ്കിൽ അവരുടെ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ തക്ക രീതിയിൽ അതിന് തയ്യാറെടുക്കുക. ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് 2ാമത്തെ വഴിയായിട്ടുള്ള
അവർക്ക് മറുപടി കൊടുക്കണമെന്ന് മനസ്സിലൊരു തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് ഖുർആൻ, ഹദീസ് പോലെയുള്ള അതുപോലെ തന്നെ സംവാദ രംഗത്ത് ഇസ്ലാമിനെതിരെ ക്രിസ്ത്യാനികൾ ഉന്നയിക്കുന്ന കുഫ്പ്രചരണങ്ങൾക്കെതിരെയുള്ള പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ആ ഇടയിലാണ് ഷെയ്ഖ് അഹമ്മദ് ദീദാത്തിന് ഷെയ്ഖ് റഹ്മത്തുള്ളാഹിൽ ഖൈറാനവി എഴുതിയിട്ടുള്ള ഇദ്ഹാറുൽ ഹക്ക് എന്നുള്ളൊരു പുസ്തകമുണ്ട്. അത് ഈ ലോകവ്യാപകമായി ക്രിസ്ത്യൻ മിഷനറികളും അതുപോലെ തന്നെ അവരുടെ ക്രിസ്ത്യൻ പണ്ഡിതന്മാരെല്ലാം ഇസ്ലാമിനെതിരെ വിമർശനത്തിന് ഉപയോഗിക്കുന്ന, അതുപോലെ തന്നെ കുപ്രചരണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചോദ്യങ്ങൾക്ക് നല്ല വ്യക്തവും യുക്തിയോടും കൂടിയിട്ട് മറുപടി പറയുന്ന ഒരു പുസ്തകമാണ്. അത് ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് വായിക്കാനിടയാവുകയും അങ്ങനെ ഈ വിദ്യാർത്ഥികൾക്കെതിരെയും അതുപോലെ തന്നെ അധ്യാപകർക്കെതിരെയും തന്നെ വിമർശിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നവർക്കെതിരെ അദ്ദേഹം മറുപടി കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലെത്തുകയും അങ്ങനെ വിദ്യാർത്ഥികളോട് തുടങ്ങിയ സംവാദം മാഷുമാരോടായി അങ്ങനെ അവിടെ അടുത്തുള്ള മിഷനറി പ്രവർത്തകരിലേക്കെത്തി. ആ ഷെയ്ഖ് അഹമ്മദ് ദീദാത്തിൻ്റെ ചോദ്യങ്ങൾക്കും അതുപോലെ തന്നെ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടികൾക്കും മുന്നിൽ അവർ മൗനം അവലംബിക്കുന്ന ഒരു അവസ്ഥയിലേക്കെത്തി. അതായത് അവർക്ക് ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് പിന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം കഴിയാതെ അവർ ഷെയ്ഖ് അഹമ്മദ് ദീദാത്തിനെ കണ്ടാൽ മാറി നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. നമ്മളൊന്ന് ആലോചിക്കണം, ഇതുപോലത്തെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടോ അതുപോലെ തന്നെ ഏതെങ്കിലും അക്കാദമിയിൽ പോയിട്ടുള്ള ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് ക്ലാസ് പുസ്തകങ്ങൾ പഠിച്ചിട്ടുള്ളത്, സ്വന്തം റിസർച്ച് ചെയ്തിട്ട് ബുക്കുകൾ വായിച്ചിട്ടാണ് അങ്ങനെ മനഃപ്പാഠമാക്കിയിട്ടുള്ളത്. അങ്ങനെ ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് അവിടെ കൊണ്ട് നിർത്തിയില്ല, ആ മിഷനറിമാരെ കൊണ്ട് നിർത്തിയില്ല. ശേഷവും ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് ഇതുപോലെയുള്ള ഈ ക്രിസ്ത്യാനികളുടെ കള്ളപ്രചരണങ്ങളെ പൊളിച്ചെടുക്കുന്ന ധാരാളം പുസ്തകങ്ങൾ പഠനത്തിന് വിധേയമാക്കുകയും അങ്ങനെ 1940 അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് സത്യത്തിൻ്റെ പ്രവാചകൻ എന്നുള്ള ഒരു പ്രഭാഷണം അദ്ദേഹം നടത്തുന്നത്.